പക്ഷെ കടുത്തുരുത്തിയിലേക്ക് വരാനുള്ള ധൈര്യം എങ്ങനെയാണ് ജോസ് കെ മാണിക്ക് കിട്ടുന്നത് എന്നാണ് തോന്നുന്നത്? അവനവന്റെ വീട്ടിൽ നല്ല ചോറും ചമ്മന്തിയും കിട്ടാത്ത ഒരാൾക്ക് അയൽക്കാരന്റെ വീട്ടിൽ നിന്ന് പൊറോട്ട ഇറച്ചിയും കിട്ടുമോ? കടുത്തുരുത്തി പോലെയുള്ള ഒരു നിയോജക മണ്ഡലം മോൻസ് ജോസഫിനെ ചേർത്ത് പിടിക്കുകയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായിട്ട്. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞ് ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ച് ജയിച്ചു. PT തോമസ് മരിച്ചു കഴിഞ്ഞപ്പോൾ തൃക്കാക്കരയിൽ ഉമാ തോമസ് വലിയ ഭൂരിപക്ഷം മേടിച്ച് ജയിച്ചു. ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും ജയിച്ചു. 51 വർഷക്കാലം കേരള നിയമസഭയിൽ ഒരിക്കൽ പോലും പരാജയമറിയാതെ വന്ന ജനപ്രതിനിധിയായിരുന്നു KM മാണി. ആ KM മാണിയുടെ മകന് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോട് അദ്ദേഹം എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ?